കഴിഞ്ഞ 10 വർഷമായി ജെൻസനൊപ്പമില്ലാത്ത, അവന്റെ സാന്നിധ്യമില്ലാത്ത ഒരു ദിവസം പോലും ശ്രുതിയുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. എന്നാൽ ഇന്നലെ ആദ്യമായി ഈ ഭൂമിയിൽ അവന്റെ ശ്വാസോച്ഛ്വാസമില്ലാത്തിടത്ത് തനിച്ചിരുന്ന് വിങ്ങിപ്പൊട്ടുകയായിരുന്നു ആ പെൺകുട്ടി. പ്രാണനെ പോലെ താൻ സ്നേഹിച്ചവൻ മണ്ണോടലിഞ്ഞെന്ന സത്യം ഉൾക്കൊള്ളാൻ ഇന്നും അവൾക്ക് ആയിട്ടില്ല. സ്കൂളിൽ വെച്ച് ആദ്യമായി കണ്ട നാളും ഇഷ്ടം പറഞ്ഞ നിമിഷങ്ങളും ഒരുമിച്ചു പങ്കിട്ട സ്വപ്നങ്ങളും എല്ലാം ആശുപത്രി കിടക്കയിലേക്ക് പാഞ്ഞെത്തിയപ്പോൾ ചില നേരങ്ങളിൽ വിങ്ങിപ്പൊട്ടുകയായിരുന്നു അവൾ. കഴിഞ്ഞ ഒരു മാസത്തിനുള്ളിൽ തന്റെ ജീവിതത്തിലൂടെ കടന്നുപോയ വിധിയുടെ ക്രൂരമുഖങ്ങൾ ഓർക്കുമ്പോൾ തനിക്ക് മാത്രമായി ഈ ഭൂമിയിൽ ജീവിക്കാൻ അവസരം നൽകിയത് എന്തിന് എന്ന് ആ പെൺകുട്ടി ചിന്തിച്ചുപോയി. അത്ര കണ്ട് ക്രൂരതയാണ് വിധി ആ പെൺകുട്ടിയോട് കാണിക്കുന്നത്. ഇതിലും ക്രൂരമായ വിധി മറ്റൊരാൾക്കും കാണില്ല. ശ്രുതിക്ക് സ്വാന്തനവും ആശ്വാസവുമായി പ്രിയപ്പെട്ടവരും സുഹൃത്തുക്കളും ആശുപത്രി ജീവനക്കാരും എല്ലാം ഒപ്പമുണ്ടെങ്കിലും ഇത്ര ദിവസവും തൻ്റെ കയ്യെത്തും ദൂരത്തുണ്ടായിരുന്ന ജെൻസന്റെ അസാന്നിധ്യം ശ്രുതിയെ അസ്വസ്ഥതപ്പെടുത്തുകയാണ്. ഇന്നലെ രാത്രി ഒരു പോള കണ്ണടക്കാൻ ശ്രുതിക്ക് കഴിയുന്നില്ല. കണ്ണടയ്ക്കുമ്പോൾ കാർ അപകടത്തിൽപ്പെടുന്നതും പ്രിയതമന്റെ മുഖവും ഇരച്ചെത്തുന്ന മണ്ണും വെള്ളവും പ്രിയപ്പെട്ടവരുടെ കരച്ചിലുമൊക്കെയാണ്. ആശുപത്രി മുറിയിലെ 4 ചുവരുകൾക്കുള്ളിൽ പരസഹായമില്ലാതെ ഒന്ന് എഴുന്നേൽക്കാൻ പോലും കഴിയാതെ കിടക്കുകയാണ് ആ പെൺകുട്ടി. അപകടം സംഭവിച്ചതും ജെൻസൻ എന്നേക്കുമായി തന്നെ വിട്ടുപോയെന്ന സത്യവും ഉൾക്കൊള്ളാൻ അവൾക്ക് കഴിഞ്ഞിട്ടില്ല. ജെൻസനെ അവസാനമായി കണ്ട നിമിഷത്തിൽ ഒരു തുള്ളി കണ്ണീർ പോലും ശ്രുതി വീഴ്ത്തിയിരുന്നില്ല. ഒന്ന് തേങ്ങി കരയുക പോലും ചെയ്തില്ല. ഒരുപക്ഷെ താൻ ഒരിക്കലും സങ്കടപ്പെടരുതെന്ന ജെൻസന്റെ ആഗ്രഹമായിരിക്കും ശ്രുതിയെ അപ്പോൾ തളരാതെ പിടിച്ചു നിർത്തിയത്. അവസാന യാത്ര ചൊല്ലി ജെൻസനെ കൊണ്ടുപോയപ്പോൾ കഴിഞ്ഞുപോയ നിമിഷങ്ങൾ യാഥാർത്ഥ്യമാണോ എന്ന് പോലും തിരിച്ചറിയാൻ ആ പാവത്തിന് കഴിഞ്ഞില്ല എന്നതാണ് സത്യം. അപകടത്തിൽ ശ്രുതിയുടെ കാലൊടിഞ്ഞിരുന്നു. ഒരു ശസ്ത്രക്രിയ പൂർത്തിയാക്കിയിട്ടുണ്ട്. നിലവിൽ ആരോഗ്യസ്ഥിതി സാധാരണ നിലയിൽ ആയതിനാൽ ശ്രുതിയെ ആശുപത്രിയുടെ വാർഡിലേക്ക് മാറ്റിയിരിക്കുകയാണ്. അതേസമയം വെള്ളാരംകുന്നിൽ അപകടത്തിൽ പരിക്കേറ്റ മറ്റ് 8 പേരും ആശുപത്രിയിൽ ചികിത്സയിലാണ്. ചൊവ്വാഴ്ച വൈകുന്നേരമാണ് ജെൻസൻ ഓടിച്ചിരുന്ന വാൻ ബസ്സുമായി കൂട്ടിയിടിച്ചത്. ഇന്നലെ വൈകിട്ടോടെയാണ് ജെൻസന്റെ മൃതദേഹം സംസ്കരിച്ചത്. ശ്രുതിയെ തനിച്ചാക്കി ജെൻസനും വിടവാങ്ങിയതിന്റെ ഹൃദയവേദനയോടെയാണ് നാടൊന്നാകെ സംസ്കാര ചടങ്ങുകളിൽ പങ്കെടുത്തത്. എങ്ങും അത്രമേൽ സങ്കടമായിരുന്നു അണപൊട്ടി ഒഴുകിയത്. മാതാപിതാക്കളും സഹോദരികളും ഉൾപ്പെടെയുള്ളവർ അന്ത്യചുംബനം നൽകിയാണ് യാത്രയാക്കിയത്. വീട്ടിൽ മതപരമായ ചടങ്ങുകളും സംഘടിപ്പിച്ചിരുന്നു. പ്രാർത്ഥനയ്ക്ക് ശേഷമാണ് മൃതദേഹം അണ്ടൂർ നിത്യസഹായ മാതാപള്ളിയിലേക്ക് കൊണ്ടുപോയത്. ഇവിടെ വെച്ചായിരുന്നു സംസ്കാരം നടന്നത്. കൽപ്പറ്റയിലെ വാഹനാപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ മേപ്പാടിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ ഇരിക്കെ ജെൻസൻ കഴിഞ്ഞ ദിവസം രാത്രിയാണ് മരണത്തിന് കീഴടങ്ങിയത്. ചൂരൽമല ഉരുൾപൊട്ടലിൽ അച്ഛനും അമ്മയും അനിയനുമടക്കം 9 ബന്ധുക്കളെ നഷ്ടപ്പെട്ട ശ്രുതിയുടെ പ്രതിശ്രുത വരനായിരുന്നു ജെൻസൻ. ശ്രുതിയും ജെൻസനും സ്കൂൾ കാലം മുതൽ സുഹൃത്തുക്കളാണ്. ആ സൗഹൃദം പിന്നീട് പ്രണയത്തിലേക്കും വിവാഹ നിശ്ചയത്തിലേക്കും നേരത്തെ തന്നെ എത്തിയിരുന്നു. അതിനിടയിലാണ് ഉരുൾപൊട്ടൽ എന്ന മഹാദുരന്തം ശ്രുതിയുടെ ജീവിതത്തെ അപ്പാടെ ഇരുട്ടിലാക്കിയത്. ഈ ഡിസംബറിൽ വിവാഹം നടത്താനായിരുന്നു തീരുമാനം. ശ്രുതിയുടെ ഉറ്റവരെല്ലാം ദുരന്തത്തിൽ മരണപ്പെട്ടതിനാൽ നേരത്തെയാക്കാൻ തീരുമാനിച്ചിരുന്നു. അതിനിടയിലാണ് മറ്റൊരു ദുരന്തം കൂടി ശ്രുതിയെ തേടിയെത്തിയത്. ശ്രുതിക്ക് ഒരു ജോലിയും അടച്ചുറപ്പുള്ള വീടുമാണ് തന്റെ സ്വപ്നമെന്ന് ജെൻസൻ നേരത്തെ പറഞ്ഞിരുന്നു. തനിക്കെന്തെങ്കിലും സംഭവിച്ചു പോയാൽ അവൾക്കാരുമുണ്ടാവില്ല. കേറിക്കിടക്കാൻ ഒരു വീടും വരുമാനവുമുണ്ടെങ്കിൽ അവൾക്ക് ജീവിക്കാമല്ലോ. തന്റെ ജോലി അത്ര സുഖകരമല്ല. എന്തും സംഭവിക്കാം. താനില്ലാതായാലും അവൾക്ക് ജീവിക്കണം. അതാണ് തന്റെ ആഗ്രഹമെന്നും ജെൻസൻ പറഞ്ഞിരുന്നു. ആ വാക്കുകൾ അറം പറ്റിയതുപോലെയായി. ജെൻസന് ശ്രുതിയോടുള്ള കരുതലും സ്നേഹവും ആ ഒരു വാക്കുകളിലൂടെ മനസ്സിലാക്കാം. അങ്ങനെയുള്ള ഒരാളെയാണ് ശ്രുതിക്ക് നഷ്ടമായത്. അവളുടെ കൈ പിടിച്ചിരുന്ന അവളെ ഒറ്റക്കാക്കാതെ കാത്തിരുന്ന ജെൻസൻ കൂടി യാത്രയായത് കേരളത്തിനാകെ വലിയ നോവായി മാറുകയായിരുന്നു. ഇനി ആർക്കും ഇങ്ങനെയൊരു വിധി വരുത്തരുതേ എന്നാണ് എല്ലാവരുടെയും പ്രാർത്ഥന. പുതിയ ന്യൂസ് അപ്ഡേറ്റിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.